അങ്ങനെ കാത്തുകാത്തിരുന്ന ആ മുഹൂർത്തത്തിന് തീയതി കുറിച്ചിരിക്കുകയാണ്. വരുന്ന 23-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് F-35 വിമാനം അവിടെ 23-ാം തീയതി ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അത് 23-ാം തീയതി ഇവിടുന്ന് പറന്നു പോകുമോ അതോ ഒരു കാരിയർ വിമാനത്തിൽ കയറ്റി വെച്ച ആ കാരിയർ വിമാനം ഇവിടുന്ന് പറന്നു പോകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ഏതായാലും ആ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അതിൻ്റെ തകരാർ പരിഹരിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. എന്നിരുന്നാലും അത് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് പറന്നു ഉയരുമോ അതോ ഒരു ചരക്ക് വിമാനത്തിൽ കയറ്റി അത് ബ്രിട്ടനിലേക്ക് തന്നെ പോകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. കഴിഞ്ഞ 14-ാം തീയതി, അതായത് ഇപ്പോൾ ഒരു മാസത്തിന് മുൻപ് നടന്ന ഒരു വാർത്താ പ്രാധാന്യം ഏറെ ഉണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ഈ F-35 വിമാനം നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തു എന്നുള്ളത്. കാരണം ആ സമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയത്. ഒരുപാട് കിംവദന്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു. അതായത് ഇറാനിലേക്കുള്ള പടനീക്കത്തിൻ്റെ ഭാഗമായുള്ള ഒരു യുദ്ധവിമാനമാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യ വാർത്തകൾ. പിന്നീട് വന്ന വാർത്ത ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശേഷി അളക്കാൻ വേണ്ടി ബ്രിട്ടൻ നടത്തിയ ഒരു രഹസ്യ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ വിമാനം ഇവിടെ വന്ന് ഇറങ്ങിയത് എന്നുള്ള വാർത്തകൾ വന്നു. പിന്നീട് വന്നൊരു വാർത്ത ഇന്ത്യയുടെ തന്നെ ഈ നമ്മുടെ റഡാർ സംവിധാനത്തിൻ്റെ സിഗ്നലുകളിൽ കുരുങ്ങി പറക്കാനാകാതെ ഇവിടെ വന്നു ഇറങ്ങി എന്നുള്ളതാണ്. പിന്നീട് ഈ വിമാനത്തിൻ്റെ തന്നെ GPS സംവിധാനങ്ങളടക്കം തകരാറിലായതുകൊണ്ട് അതിനെ തിരിച്ചു പറക്കാൻ സാധിക്കില്ല എന്ന തരത്തിലും വാർത്തകൾ വന്നു. പക്ഷേ ഈ വാർത്തകൾക്കൊന്നും അടിസ്ഥാനമേ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം വെറും പ്രചരണങ്ങൾ മാത്രമായിരുന്നു എന്നുള്ള സംഗതി നമുക്ക് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. കാരണം ഈ വിമാനം വന്നിറങ്ങിയത് അതിൻ്റെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് എന്നുള്ളൊരു സ്ഥിരീകരണം മാത്രം നമുക്കുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ച് സമുദ്രത്തിൽ, അതായത് അറബിക്കടലിൽ ഒരു സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇതിൻ്റെ കപ്പലായ, അതായത് ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത്. HMS പ്രിൻസ് ഓഫ് വെയിൽസ്. അതിൽ തിരിച്ചിറങ്ങാൻ സാധിക്കാതെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പലവട്ടം വട്ടം കറങ്ങിയതിനെ തുടർന്ന് ഇന്ധനം തീരാറായതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള എയർ ട്രാഫിക് കൺട്രോളായ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം വന്നിറങ്ങിയത് എന്നുള്ള വാർത്തകൾക്ക് സ്ഥിരീകരണമുണ്ടായി. നമ്മൾ ഇവിടെ ഇന്ധനം രണ്ടാമത് നിറച്ചു കൊടുത്തു. ഈ വിമാനം ഇവിടെ വന്നിറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് ഇന്ത്യയുടെ വ്യോമസേന തന്നെയാണ്. ഇതൊരു രഹസ്യ ദൗത്യമല്ല എന്നുള്ളതിന് ഇത് തന്നെയാണ് കാരണം. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ അറിവോടുകൂടി അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ വിമാനം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയത്. നമ്മൾ ഇന്ധനം നിറച്ചു കൊടുത്തു. പിന്നീടാണ് ഈ വിമാനത്തിന് ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ട് എന്നുള്ള വാർത്തകളും വന്നത്. അതായത് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് തകരാറുണ്ട് എന്നുള്ളതാണ് ആദ്യം അറിയാൻ സാധിച്ചത്. പിന്നീട് മനസ്സിലായത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിനും ഒരു തകരാർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും ഒരു എഞ്ചിനീയറിംഗ് സംഘം വന്ന് പരിശോധിച്ചെങ്കിലും ഗുരുതരമായ സാങ്കേതിക പിഴവുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നീണ്ടുപോവുകയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് സേനയുടെ വിദഗ്ധ എഞ്ചിനീയറിംഗ് സംഘം ഒരു വിമാനത്തിൽ വന്നിറങ്ങി ഒരാഴ്ചയ്ക്കപ്പുറം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായത്. എന്നിരുന്നാലും ഈ ബ്രിട്ടീഷ് സേനയുടെ സൈനിക മേധാവിയുടെ അന്തിമ അനുമതി ലഭിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം മാത്രമേ ഈ വിമാനത്തിന് തിരിച്ചു പറക്കാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. ഏറ്റവും വലിയ സംഗതി, ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേറുന്ന ഒരു വിമാനമാണ് ഈ F-35, അതായത് 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം. പക്ഷേ ആ പെരുമയ്ക്കൊത്തുള്ള പ്രകടനം അത് കാഴ്ചവെക്കുന്നില്ല എന്നുള്ള വാർത്തകളും പിന്നീട് വന്നു. അതായത് ഇതൊരു അമേരിക്കൻ കമ്പനിയാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ എന്നാണ് ആ വിമാന കമ്പനിയുടെ പേര്. അപ്പോൾ ഇവർ അവകാശപ്പെടുന്ന സാങ്കേതിക തികവ് ഇതിൻ്റെ യഥാർത്ഥ പ്രകടനത്തിൽ അത് പുലർത്തുന്നില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് പോലും അത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് അവരൊരു പ്രകടന മികവ് കണക്കാക്കിയിരിക്കുന്നത് 75% മുതൽ 80% വരെ ഉണ്ടാകണമെന്നാണ്. അതായത് ഒരു യുദ്ധമുന്നണിയിൽ പോയാൽ കൃത്യമായി ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ സാധിക്കണം, എതിരാളികളുടെ കണ്ണിൽ പെടാതെ. അതായത് ഇതിന് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതായത് റഡാറുകളിൽ പെടാതെ ഒളിച്ചു കിടക്കാനുള്ള സാങ്കേതിക തികവുള്ള ഒരു വിമാനമാണിത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഒളിച്ച് രക്ഷപ്പെടാനുള്ള കഴിവ് ഈ വിമാനത്തിനുണ്ടാകണം. അങ്ങനെ ഏതാണ്ട് 80%, അതായത് 100-ൽ 80 മാർക്ക്
ഉറപ്പായും വേണ്ട ഈ വിമാനം വിവിധ സൈനിക അഭ്യാസങ്ങളിലും പരിശീലന പറക്കലുകളിലും ഇതുവരെ നേടാനായത് 51.5% മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഈ വിമാനം ഒരു ശരാശരി പ്രകടനം മാത്രം കാഴ്ചവെക്കുന്ന ഒരു വിമാനമായിട്ടാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ സൈനിക നടപടിയിലും ഈ F-35 വിമാനം ഉപയോഗിക്കപ്പെട്ടു. അപ്പോഴും ഒരു പൂർണ്ണ തൃപ്തി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ രേഖപ്പെടുത്തിയില്ല. ഇതിനെ തുടർന്ന് അമേരിക്ക പോലും ആശങ്കപ്പെടുകയും ഈ F-35 വിമാനങ്ങൾ കൂടുതലായി തങ്ങളുടെ സേനയിൽ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് ഒരു പുനരാലോചന വേണം എന്ന തരത്തിലുള്ള ചിന്തയും അവർക്കുണ്ടായി. അതുമാത്രമല്ല, ഈ വിമാനങ്ങൾക്ക് അതായത് ആവശ്യപ്പെടുന്ന സമയത്ത് ഈ വിമാനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന ഗുരുതരമായ പ്രതിസന്ധിയുമുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം തന്നെ എടുത്താൽ കഴിഞ്ഞ മെയ്യിൽ അവർക്ക് 72 F-35 വിമാനങ്ങൾ അവരുടെ സേനയുടെ ഭാഗമാകേണ്ടതായിരുന്നു. എന്നാൽ ഈ ലോക്ഹീഡ് മാർട്ടിന് അത് യഥാസമയം നൽകാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ ആ 72 വിമാനങ്ങൾ അമേരിക്കൻ സേനയ്ക്ക് കൈമാറാൻ ലോക്ഹീഡ് മാർട്ടിന് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ, സോഫ്റ്റ്വെയർ നവീകരണം അതൊരു ഗുരുതരമായ ബാധ്യതയാണ്. അതേസമയം തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടുന്നില്ല. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ അഭാവം, അതേപോലെ അത്യന്താധുനിക ആയുധങ്ങൾ, ഈ F-35 ഉപയോഗിക്കാൻ പര്യാപ്തമായ ആയുധങ്ങൾ കിട്ടണമെങ്കിൽ ഏതാണ്ട് ഇനിയും 2030 വരെ കാത്തിരിക്കണം. ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികൾ ഈ F-35 ആശ്രയിച്ചുള്ള സൈനിക പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ നിന്ന് പലരെയും പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ സമാനമായ ഒരു അഭിപ്രായം തന്നെയാണ് ജർമ്മനിക്കുമുള്ളത്. എന്തിനേറെ പറയുന്നു, ഇവിടെ വന്നിറങ്ങിയിരിക്കുന്ന F-35 UK-യുടേതാണ്, ബ്രിട്ടൻ്റെയാണ്. ബ്രിട്ടൻ്റെ പോലും ഒരു വിലയിരുത്തലിൽ ഈ വിമാനം കൊണ്ട് സൈനികമായി അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കാത്ത ഒരു വിമാനമായിട്ടാണ് അവരുടെയും വിലയിരുത്തൽ. അവരും സമാനമായ പരാതികളാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ സമയത്ത് നടക്കുന്നില്ല, സ്പെയർ പാർട്സുകൾ സമയത്തിന് കിട്ടുന്നില്ല, ആവശ്യപ്പെടുന്ന അത്രയും വിമാനങ്ങൾ സമയത്ത് നൽകാൻ പോലും ലോക്ഹീഡ് മാർട്ടിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് F-35 ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക പദ്ധതികൾ മുൻപോട്ട് പോകുന്നത് പുനരാലോചിക്കണമെന്നുള്ളതാണ് ബ്രിട്ടൻ്റെയും നിലപാട്. ജർമ്മനി ഏതാണ്ട് 38 വിമാനങ്ങൾ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. അവർക്ക് 85 ആകെ വേണ്ടിയിരുന്നത്. ബാക്കി അവശേഷിക്കുന്ന ഒരു 50ഓളം വിമാനങ്ങൾ തൽക്കാലം വാങ്ങേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജർമ്മനിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഈ തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു മാസത്തിലധികമായി ഈ വിമാനം ഇവിടെ തകരാർ വന്ന് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിമാന നിർമ്മാണ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതായത് F-35 വാങ്ങാൻ താല്പര്യപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും ആ തീരുമാനത്തിൽ ഒരു പുനരാലോചന വേണമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലായിട്ടായി കാര്യങ്ങൾ. കാരണം ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു യുദ്ധവിമാനം ഏതാണ്ട് ഒരു മാസത്തിലധികമായി മറ്റൊരു രാജ്യത്ത് അതിൻ്റെ തകരാർ മൂലം കിടക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഈ F-35 വാങ്ങാൻ താല്പര്യപ്പെട്ടു നിന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ ഇനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവരൊരു പുനരാലോചന നടത്തും എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ F-35 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങേണ്ടതില്ല എന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് വിദഗ്ധർ നൽകിക്കഴിഞ്ഞു. ഏതായാലും തിരുവനന്തപുരത്ത് വന്ന് കുടുങ്ങിപ്പോയ F-35 ഏതാണ്ട് ഒരു മാസത്തിലധികം, കഴിഞ്ഞ 14-ാം തീയതി വന്ന് ഇപ്പോൾ ഒരു മാസത്തിലധികം നമ്മളുടെ ആതിഥ്യ മര്യാദ സ്വീകരിച്ച് അവിടെ കഴിഞ്ഞിരുന്ന വിമാനം 23-ാം തീയതി ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് പറന്നുയരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അത് കൊണ്ടുപോകും എന്നുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഇതോടെ പരിഹരിക്കപ്പെടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ.